ലൈവിൽ ഇപ്പം നടന്നത് ഷാനവാസ് ലിവിങ് ഏരിയയിലിരിക്കുകയാണ്. അപ്പോൾ അനീഷ് അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അനീഷ് ഇങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് എന്താ ഒരു മൗനം പോലെ, ടെൻഷൻ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകണ്ട, എനിക്കിവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് പറഞ്ഞു ഇവിടെ നിന്നോ, അതിനെന്താ, ഞങ്ങളൊക്കെ കൂടെ ഫിനാലെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോളാം. അപ്പം നിനക്ക് ഇപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് ഫിനാലെയിലോട്ട് വരണം അതാ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഞാൻ ഇവിടെ നിൽക്കണമെന്നേ പറയത്തുള്ളൂ, എനിക്ക് പ്രൈസും വേണ്ട ട്രോഫിയും വേണ്ട, എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറയുന്നത്. കാരണം അതാണ് എൻ്റെ സന്തോഷം. പിന്നെ ഞാൻ എന്തിനാ പിന്നെ അങ്ങോട്ട് വരുന്നത്, കാരണം ഈ വീട്, പിന്നെ പുറത്തെ ഗാർഡൻ ഏരിയ, രാവിലെ എണീറ്റ് നടക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 200 അല്ല, ഇനി അങ്ങോട്ട് എത്ര നാൾ എന്നെ ഇവിടെ നിർത്തിയാലും ഞാനിവിടെ നിൽക്കും എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് കളിയാക്കി ചിരിക്കുവാണ്, ഞങ്ങളെല്ലാം പോകുമ്പോൾ നീ ഇങ്ങനെ ഭിത്തിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, ബിഗ് ബോസ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന്. അപ്പം ആദില ചോദിക്കുന്നത് ആ ടാസ്കിൽ അനീഷേട്ടന് പങ്കെടുത്തുകൂടായിരുന്നാ, ഞാൻ ഓർത്തത് പങ്കെടുക്കുമായിരിക്കുമെന്ന്. ഉടനെ പറഞ്ഞ് അത് എവിക്റ്റഡ് ആയി പോകുന്നതാണ്, 1 മിനിറ്റിന് അകം വന്നില്ലേ എവിക്റ്റഡ് ആവുന്ന ടാസ്ക് ആയിരുന്നല്ലോ. അപ്പം അനീഷ് പറയണേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കാഞ്ഞത്, കാരണം എവിക്റ്റഡ് ആയി പോയാലോ, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കാത്തത്, എനിക്ക് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്നു. പക്ഷേ മുഖത്ത് ഭയങ്കര വിഷമം. അനീഷിന് എന്തോ ഇവിടെ വന്നു കഴിഞ്ഞാണ് അനീഷ് ഒരുപാട് സന്തോഷിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളി ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തമാശയും എല്ലാവരുമായിട്ടും ഭയങ്കര ഫണ്ണി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, എല്ലാവരുമായിട്ടും നല്ല സഹകരണമൊക്കെ ആയി. ആളാകെ അനീഷ് ആ വന്ന ഇതല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായില്ലേ. അപ്പോൾ അതുകൊണ്ട് അനീഷിന് ഭയങ്കര പ്രയാസം പോകുന്നത്. എന്താണോ അനീഷിന് ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ അതിൽ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ വേണോ അതോ അനീഷേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പം പറയുന്നത് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം, ഇപ്പം നിങ്ങളില്ലെങ്കിലും നിൽക്കാൻ പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആൾ വലിയ ഇമോഷണലായിട്ട് ഇരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.